ഇവിടുത്തെ നമ്മൾ ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിന് ഇവിടെ പട്ടും താലിയും ചാർത്തുക എന്നതാണ് നല്ല ഒരു വഴിപാട്. ഇവിടുത്തെ പ്രധാന വഴിപാട് അത് തന്നെയാണ്, പട്ടും താലിയും. നമസ്കാരം, സുധീഷ് ചെമ്പകശ്ശേരിയാണ്. അപ്പൊ ഞാൻ എന്നുള്ളത് ഒരു ഭദ്രകാളി വനദുർഗ ക്ഷേത്രത്തിലാണ് കേട്ടോ. രണ്ട് തുല്യ പ്രാധാന്യമുള്ള രണ്ട് പ്രതിഷ്ഠകളുള്ള ഒരു ക്ഷേത്രമാണിത്. മനോഹരമായിട്ടൊരു ഗ്രാമ അന്തരീക്ഷത്തിലുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഇത്. പാലക്കാട് ജില്ലയില് പാലക്കാട് കോഴിക്കോട് റൂട്ടില് ഹൈവേയില് കല്ലടിക്കോട് നിന്ന് ഒരു 3 കിലോമീറ്റർ അല്ലെ, ഒരു 3 കിലോമീറ്റർ ദൂരാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ളത്. ഒരുപാട് ചരിത്രവും ഐതിഹ്യമൊക്കെ ഉള്ള ക്ഷേത്രമാണ്. ഇന്നിപ്പോൾ ഇവിടെ പ്രതിഷ്ഠാദിനം നടക്കുകയാണ്. അപ്പൊ എന്തായാലും ഇതിന്റെ ചരിത്രവും ഐതിഹ്യവും കാര്യങ്ങളൊക്കെ നമ്മളോട് സംസാരിക്കാൻ ഇവിടുത്തെ കമ്മിറ്റിക്കാരും ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ നിരവധി ക്ഷേത്രങ്ങൾ നിങ്ങളെ കാണിച്ചു തന്നു. 267ഓളം ക്ഷേത്രങ്ങൾ കാണിച്ചു തന്നു. അപ്പൊ അതൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് ആളുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ക്ഷേത്രവും അറിയപ്പെടാത്ത ആളുകളിലേക്കും അറിയപ്പെടാത്ത ദേശങ്ങളിലേക്കും എത്തട്ടെ. അപ്പൊ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. ഞാൻ അത് ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യും. ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണുക. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. മാക്സിമം ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ഇത്രയുള്ള ഈ ഗ്രാമത്തിലുള്ള ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്ക് എത്തുള്ളൂ. അപ്പോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇവരോട് അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. എന്റെ പേര് രാംദാസ് പനയമ്പാടം. മുണ്ടള്ളി പ്ലാന്തോട്ടം ഭദ്രകാളി ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ആദ്യകാല ചരിത്രം പറയുകയാണെങ്കിൽ തമിഴ്നാടും കേരളവും ഒന്നിച്ച് നടന്ന കാലങ്ങളിൽ ഏകദേശം എൻ്റെ മുത്തച്ഛൻ്റെ കാലം തൊട്ട്, എൻ്റെ പരിചയം മാത്രമല്ല എൻ്റെ മുത്തച്ഛൻ്റെ കാലം തൊട്ട് തന്നെ 100-150 വർഷത്തിന്റെ പാരമ്പര്യം ഇവിടെ കാണുന്നുണ്ട്, പറയപ്പെടുന്നുമുണ്ട്. മുതലിയാർ കുടുംബത്തിൽപ്പെട്ട കുറെ ആൾക്കാർ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലും അമ്പലങ്ങൾ പ്രതിഷ്ഠിക്കുകയുണ്ടായി. ആ കൂട്ടത്തിൽ ഈ പ്ലാന്തോട്ടം എന്ന സ്ഥലത്ത് ഒരാലിന്റെ തഴയിൽ ഒരു മൂലക്കല്ലായി മാത്രം സൃഷ്ടിച്ച ഒരു പ്രതിഷ്ഠിച്ച ഒരു അമ്പലമായിരുന്നു. ആ അമ്പലം പിന്നെ കുറെ വർഷങ്ങൾ കഴിഞ്ഞ ശേഷം നാട്ടുകാരുടെ സഹായ സഹകരണത്താൽ 12 വർഷങ്ങൾ മുമ്പ് ഒരു അമ്പലം രൂപീകരിക്കുകയും ഇപ്പോൾ അതിന്റെ പുനഃപ്രതിഷ്ഠ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെ സഹായ സഹകരണം നടത്തുന്നതോടൊപ്പം തന്നെ പ്രത്യേകമായിട്ട് ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം പറയുകയാണെങ്കിൽ മക്കളില്ലാത്തവർക്ക് ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച് ഒരുപാട് അനുഭവങ്ങൾ, എൻ്റെ അനുഭവത്തിൽ തന്നെ പറയുകയാണെങ്കിൽ 50-ൽ കൂടുതൽ സ്ത്രീകൾ ഗർഭിണിയായി ആ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ചോറൂണ് നടത്തിയ ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ പണ്ട് കാലങ്ങളിൽ നടക്കുന്ന ചിക്കൻ പോക്സ്, സ്മോൾ പോക്സ് എന്നുള്ള അസുഖങ്ങൾക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് അതിൽ ആ കുടുംബങ്ങൾ ഒരുപാട് ദുരിതത്തിൽ നിന്നും രക്ഷപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ്. പേടികളും കുട്ടികൾക്ക് വരുന്ന പേടി, പല ആസ്മാര രോഗങ്ങൾക്കും ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ അതും ഭേദമാകുന്നതാണ്. തമിഴ്നാട്ടിൽ നിന്നും ഇപ്പോൾ കുറെ ആൾക്കാർ ഈ സ്ഥലം അറിയപ്പെട്ടതിന് ശേഷം ഇവിടെ വരാറുണ്ട്. എല്ലാവരുടെയും എല്ലാ സഹകരണങ്ങളും ഈ പ്രദേശത്തുള്ള പ്രദേശവാസികളുടെയും അതിനോടനുബന്ധിച്ചുള്ള ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അവർക്ക് അതിൽ നിന്ന് അഭിവൃദ്ധികളും ഉണ്ടാകുന്നുണ്ട്. രോഗശാന്തിക്കും അസുഖങ്ങൾക്കും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ സന്താന ലബ്ധി വരെ നേടുന്ന കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. ആ നേട്ടങ്ങളെല്ലാം ഇനിയും തുടർന്ന് ഈ അമ്പല സന്നിധിയിൽ ഉണ്ടാവും. അതിന്റെ ചൈതന്യം പരിപൂർണമായി ഇവിടെ നേടിയിരിക്കുകയാണ്. അതിന് ഉത്തമ ഉദാഹരണമായ ശ്രീനാഥ് ശർമ്മയുടെ തന്ത്രി അവരുടെ സാന്നിധ്യത്തിൽ ഇത് പുനരുദ്ധാരണ ചടങ്ങ് ഇവിടെ വിപുലമായി തന്നെ നടക്കുകയാണ്. അത് വളരെ സൂക്ഷ്മതയോടും സത്യസന്ധയോടും ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നാട്ടുകാരായ ഈ നാട്ടിലെ എല്ലാ ഭക്തി ജനങ്ങളുടെയും സഹായ സഹകരണങ്ങളുണ്ട്. എല്ലാ പ്രീതിക്കും വേണ്ടി വീണ്ടും ഇവിടെ എത്തിച്ചേർന്ന് സഹായങ്ങൾ ചെയ്യണം. ഈ ദുരിത നിവാരണത്തിനും അസുഖങ്ങൾക്കും ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ വിവാഹം നടക്കാത്ത ഒരുപാട് സ്ത്രീകളുടെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ കുട്ടികളുടെ വിവാഹം നടത്തി കൊടുത്തിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് എല്ലാ ആൾക്കാരും അറിയപ്പെടുന്ന ഈ യൂട്യൂബ് ചാനലിൽ കൂടെ ദർശിച്ച് എല്ലാവരും ഇതിൽ പങ്കാളികളാവണം എന്ന് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്. തന്നെയാണ് ഈ അമ്പലത്തെ കുറിച്ച് പറയുമ്പോ ഇപ്പൊ നമ്മുടെ കൂട്ടുകാർ പറഞ്ഞ പോലെ അതാണ് അതിന്റെ ഇങ്ങോട്ടുള്ള കാര്യങ്ങള്. പിന്നെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ സ്ഥലത്തെ കുറിച്ചാണ്. ഈ സ്ഥലം സാമൂതിരി കോലോത്ത് പുലാപ്പറ്റ തറവാട് ദേവകിയമ്മയ്ക്ക് ദാനം കൊടുത്താണ്. മുണ്ടള്ളിക്കളം ദേവകിയമ്മയ്ക്ക് ദാനം കൊടുക്കണം. അപ്പോൾ പുലാപ്പറ്റ നായർ തറവാടിൽ ഇല്ലം പണിതതിന്റെ ഭാഗമായിട്ട് പണിതവർക്ക്, അതിന്റെ മരപ്പണിക്കാർക്ക് ദാനം കൊടുത്ത ഭൂമിയാണ് ഈ അമ്പലം ചുറ്റപ്പെട്ട് കിടക്കുന്നത്. അതില് ഈ പ്രദേശവാസികൾ എല്ലാ വിഭാഗം ജനങ്ങളും ഉൾപ്പെട്ടുകൊണ്ട് ആരാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു
ക്ഷേത്രം എന്നല്ല, ഒരു ശിലയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അത് വളർന്നു വലുതായിട്ടാണ് ഇന്നത്തെ ഈ രൂപത്തിലെത്തിയിരിക്കുന്നത്. മാത്രമല്ല ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും ഭക്തി ആദരവപൂർവം കൊണ്ടാടുന്ന ഒരു അമ്പലമാണ് ഭദ്രകാളി ക്ഷേത്രം. അതേപോലെ തന്നെ ഐക്യത്തോടു കൂടി പോകുന്ന ഒരു പ്രദേശം കൂടിയാണ്. ബാക്കിയൊക്കെ നമ്മുടെ ആൾക്കാർ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞു. നമ്മുടെ ക്ഷേത്രത്തില് ആദ്യം ഉണ്ടായിരുന്നത് നമുക്കൊരു ആൽത്തറയില് ഒരു തറ മാത്രം കെട്ടി പിന്നെ ഒരു മേൽക്കൂരയൊന്നും ഇല്ലാത്തൊരു ആരാധന രീതിയായിരുന്നു. ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് വിളക്ക് വെക്കാം, പായസം വെച്ച് നേദിച്ചു പോകുന്നൊരു സമ്പ്രദായമായിരുന്ന കാലങ്ങളായിട്ട് ഒരു 12-13 വർഷങ്ങൾക്ക് മുന്നേ നാട്ടുകാരെല്ലാരും കൂടി എല്ലാ ഭക്തജനങ്ങളും കൂടി ഇപ്പൊ കാണുന്ന ശ്രീകോവിലേക്ക് നമ്മള് പുനഃപ്രതിഷ്ഠ നടത്തിയതാണ്. അത് കുംഭമാസത്തിലെ അശ്വതി നാളിലാണ് ചെയ്തത്. ഇപ്പൊ നമ്മൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ നവീകരണ കലശാണ്. അതായത് 12 വർഷം കൂടുമ്പോൾ നമ്മൾ നവീകരണം ചെയ്യണം. അതാണ് ചെയ്യണം. അഷ്ടബന്ധം മാറ്റി നവീകരണ കലശാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കാര്യങ്ങളാണ് ഈ ഇപ്പോഴത്തെ ഇതിൽ. ഇനിയും പ്രതിഷ്ഠാ ദിനം വരുന്നത് കുംഭത്തിലെ അശ്വതി നാളിൽ തന്നെയാണ്. പിന്നെ നമുക്ക് ഇപ്പൊ പറഞ്ഞ പോലെ മേടമാസത്തിലെ വിഷു വേലയാണ് കാര്യമായിട്ടുള്ള ഒരു പരിപാടി. പിന്നെ അതുമായി ബന്ധപ്പെട്ട് അമ്മമാരെല്ലാരും പൊങ്കാല അർപ്പിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ മറ്റ് 2 മാരിയമ്മ കോവിലും കൂടി ഉണ്ട്. അതും ഈ 3 ക്ഷേത്രങ്ങളും ഒരുപോലെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. എല്ലാ ഭക്തജനങ്ങൾക്കും നമസ്കാരം. മുണ്ടുള്ളി ഭദ്രകാളിക്കുടം ശ്രീ ഭദ്രകാളി വനദുർഗ ക്ഷേത്രത്തില് നവീകരണ കലശം നടന്നുകൊണ്ടിരിക്കുകയാണ്. 12 വർഷം മുൻപ് നമ്മുടെ അച്ഛൻ ഇവിടെ വരികയും ആൽത്തറയുടെ ചുവട്ടില് സ്വയംഭൂ സാന്നിധ്യമായിട്ടുണ്ടായിരുന്ന ദേവചൈതന്യം പ്രശ്നവിധി പ്രകാരം ചൈതന്യ ദേവതാഭാവം മനസ്സിലാക്കുകയും അതിനുശേഷം തന്ത്രശാസ്ത്ര വിധി അനുസരിച്ച് തച്ചുശാസ്ത്ര വിധി അനുസരിച്ച് ആലയമുണ്ടാക്കി അവയവ ബിംബത്തോടുകൂടി പ്രതിഷ്ഠ ചെയ്യുക ഉണ്ടായി. അങ്ങനെ ആ പ്രതിഷ്ഠയ്ക്ക് ശേഷം ഇന്നേക്ക് 12 വർഷം തികഞ്ഞ് ഒരു നവീകരണ കലശം ആവശ്യമായി വന്നിരിക്കുകയാണ്. അപ്പൊ ക്ഷേത്രത്തിലുണ്ടായിരുന്ന ചെറിയ ചെറിയ ജീർണതകളെല്ലാം പരിഹരിച്ച് ഇന്ന് ഭഗവതിക്ക് 11 മണിക്കും 12 മണിക്കുമുള്ള ഇടയിലുള്ള ശുഭമുഹൂർത്തത്തില് പുനഃപ്രതിഷ്ഠ നടക്കുകയാണ്. അപ്പൊ ഇന്ന് പ്രതിഷ്ഠയ്ക്ക് ശേഷം നമ്മൾ വരുന്ന 41 ദിവസവും ക്ഷേത്രത്തില് മണ്ഡല പൂജ ഉണ്ടാവുകയുണ്ടാകും. അത് വളരെ വിശേഷമാണ്. നമ്മുടെ കുടുംബ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് എല്ലാ ഭക്തജനങ്ങളും ദേവചൈതന്യത്തിന്റെയും വർധനവിന് വേണ്ടിയിട്ട് ക്ഷേത്രത്തിൽ വെച്ച് ഈ മണ്ഡല പൂജയിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കേണ്ടതാണ്. എല്ലാ ദിവസവും ക്ഷേത്ര ദർശനം നടത്തേണ്ടതുമാണ്. അതോടൊപ്പം തന്നെ മണ്ഡലകാല പൂജയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വിശേഷാൽ സർപ്പബലിയും ഉണ്ടാകുന്നതാണ്. അന്ന് എല്ലാ ഭക്തജനങ്ങളും ആ സർപ്പബലിയിൽ പങ്കുചേരണമെന്ന് ദേവീനാമത്തിൽ അപേക്ഷിച്ചു. 5 വർഷമായി തുടർച്ചയായി ക്ഷേത്രത്തിലെ മേൽശാന്തിയായിട്ട് പൂജാതി കർമ്മങ്ങൾ ചെയ്തു വരുന്ന ആളാണ്. പേര് ചന്ദ്രകുമാർ എന്നാണ്, കല്ലടിക്കോടാണ്. ആ 5 വർഷത്തിന് ശേഷം ഈ ക്ഷേത്രത്തിലുണ്ടായ അഭിവൃദ്ധി പറഞ്ഞാൽ മതിയാവാത്ത തരത്തിലാണ്. കാരണം ക്ഷേത്രത്തിലെ ആ ജീർണതകൾ അകന്ന് നമ്മുടെ ക്ഷേത്രം തന്ത്രിയായിരുന്ന വാസുദേവ ശർമ്മയുടെ നേതൃത്വത്തിൽ താന്ത്രിക വിധി പ്രകാരമുള്ള പൂജാതി കർമ്മങ്ങളും മറ്റും കഴിഞ്ഞ് ക്ഷേത്രത്തിലെ ഈ ചുറ്റുപാട് ജീവിക്കുന്ന ക്ഷേത്രവിശ്വാസികളും ഹൈന്ദവ സമൂഹത്തിനും ആ പൂജാതി കർമ്മങ്ങളിൽ കൂടി അഭിവൃദ്ധിയും ഐശ്വര്യവും ശ്രേയസ്സും ഉണ്ടായിട്ടുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. കാരണം 5 വർഷമായി തുടർച്ചയായി ശാന്തി വരുന്ന എനിക്കത് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അമ്മ എന്ന് പറയുന്ന മാതൃസ്വരൂപിണിയായ ദേവീ ചൈതന്യത്തിന്റെ ആ ഒരു മാതൃതത്വത്തിലാണ് ഭഗവതി ഇവിടെ കുടികൊള്ളുന്നത്. അതുപോലെ തന്നെ ശക്തി സ്വരൂപിണിയായ ദുർഗയുടെ ഭാവത്തിലുള്ള ദുർഗാഭഗവതിയും വനദുർഗാ ഭഗവതിയും ഇവിടെ കുടികൊള്ളുന്നു. അങ്ങനെ ശക്തിമത്തായ ഒരു അമ്മയുടെയും ശക്തി സ്വരൂപിണിയായ ദേവിയുടെയും ആ പ്രതീകങ്ങളായിട്ടുള്ള ഈ ക്ഷേത്രത്തിലെ ചൈതന്യങ്ങളാണ് ആ മാതൃസ്വരൂപിണിയായ ഭദ്രകാളിയും അതുപോലെ തന്നെ വനദുർഗാ ഭഗവതിയും. അപ്പോൾ നമ്മള് കേരള സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിലെ താന്ത്രിക വിധി പ്രകാരമുള്ള ആ കാര്യങ്ങൾ ആലോചിക്കുന്ന സമയത്ത് ശക്തി സ്വരൂപിണിയായ ഭാവത്തിലാണ് നമ്മുടെ അമ്മ ഇവിടെ കുടികൊള്ളുന്നത്. മാതൃസ്വരൂപിണിയായ രൂപത്തിലുമാണ്. അങ്ങനെ അനുഗ്രഹവും ശക്തിയും നൽകുന്ന
ആ ദേവീ ഭാവത്തിൽ കുടികൊള്ളുന്ന ഭഗവതിയെ നമ്മളെവിടെയുള്ള ചുറ്റുമുള്ള ഭക്തജനങ്ങളും വിശ്വാസികളും നല്ല രീതിയിൽ ആരായിച്ചു വന്നാൽ അവർക്ക് യാതൊരു സംശയമില്ല, അവർ വിചാരിക്കുന്ന അഭിവൃദ്ധി കൂടിക്കൂടി വരികയുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ 5 വർഷം കൊണ്ട് എനിക്ക് ബോധ്യപ്പെട്ടുള്ള കാര്യമാണ് ഞാൻ ഈ സദസ്സിൽ ഞാൻ ബോധ്യപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ വരുന്ന പൂജാതി കർമ്മങ്ങൾ എല്ലാം നടന്നു വരുന്ന ഓരോ വർഷത്തും പ്രതിഷ്ഠാകർമ്മങ്ങളും മറ്റു പ്രതിഷ്ഠാ ദിനവും ആഘോഷിക്കുമ്പോൾ അതിലൊക്കെ ശക്തി വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ദേവിയുടെ അനുഗ്രഹമായി ഈ പ്രദേശത്തുള്ള എല്ലാ അമ്മയുടെ ചൈതന്യം ഉൾക്കൊണ്ട് ജീവിക്കുന്ന, അനുസരിച്ച് അമ്മയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്ന എല്ലാവർക്കും ഒരു മാതൃകയായി മാറാൻ കഴിയണം നമ്മുടെ ഈ ക്ഷേത്രം. ഈ ചുറ്റുപാടുള്ള എല്ലാ ക്ഷേത്രങ്ങൾക്കും അഭിവൃദ്ധിയോടുകൂടി ഉണരുന്നതായ ഒരു കാര്യം നമുക്ക് സമൂഹത്തിന് ബോധ്യപ്പെടുത്താനും നമുക്ക് അതിൽ കൂടി കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് അഭിവൃദ്ധിയും ഐശ്വര്യവും ഈ നാട്ടിലെ എല്ലാവർക്കും ഉണ്ടാകുകയും ഒപ്പം തന്നെ അമ്മയ്ക്കും ക്ഷേത്രത്തിനും അഭിവൃദ്ധി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടുത്തെ നമ്മള് ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിന് ഇവിടെ പട്ടും താലിയും ചാർത്തുക എന്നതാണ് നല്ല ഒരു വഴിപാട്. ഇവിടുത്തെ പ്രധാന വഴിപാട് അത് തന്നെയാണ്, പട്ടും താലിയും. നമ്മളുടെ കാര്യസാധ്യത്തിന് വേണ്ടി എന്തോ ആവട്ടെ, അത് കാര്യസാധ്യം നടന്നതിന് ശേഷം പട്ടും താലിയും ഇവിടെ സമർപ്പിക്കുക എന്നതാണ്. ഭദ്രകാളി മാത്രമല്ല, ഇവിടെ വനദുർഗ കൂടിയുണ്ട്. നനദുർഗയായിരുന്നു എന്ന് പറയുന്നു, ലോപിച്ച് അതിനെ വനദുർഗ എന്നാക്കി മാറ്റിയതാണെന്ന് പറയപ്പെടുന്നു. നമ്മളിപ്പോ ആരാധിച്ചു വരുന്നത് വനദുർഗയായിട്ടാണ് ഇവിടെ. അതിനും ശക്തി സ്വരൂപിണിയാണ്. വിളിച്ചാൽ വിളിപ്പുറത്താണെന്ന് ഭക്തജനങ്ങളെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്. വിഷുവേലയാണ് ഇവിടെ വേലയായിട്ട് നമ്മൾ ആചരിച്ചു വരുന്നത്. വിഷു 3-ാം തീയതി, 1-ാം തീയതി പൊങ്കാലയും കാര്യങ്ങളൊക്കെ ആയിട്ട് പൊങ്കാലയൊക്കെ ആയിട്ട് വരും. 3-ാം തീയതി വരും. വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളത് തന്നെയാണ്. 10 വർഷത്തിന് മേലെയായി, 13 വർഷമായി പുനഃപ്രതിഷ്ഠ കഴിഞ്ഞിട്ട്. 13 വർഷം നല്ല എല്ലാവിധ ദിവസവും മുടങ്ങാത്ത പൂജ കാര്യങ്ങളുണ്ടായിരുന്നു. മുന്നേ ഇത്രമാത്രം പൂജകൾ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ മുടങ്ങാത്ത പൂജ 12 വർഷമായിട്ട് ഒരു ദിവസം പോലും നട അടച്ചിടേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. പറഞ്ഞാൽ ഇത് ചെറിയൊരു അമ്പലമായിരുന്നു. ഇപ്പൊ ആൽത്തറയിൽ പറഞ്ഞിരുന്നല്ലോ, ആൽത്തറയിൽ ചെറിയൊരു വിഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നു, ഒരു ബിംബം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് അത് ഈ ജനങ്ങളുടെ, ഈ നാട്ടിലുള്ള എല്ലാ ആളുകളുടെയും സഹകരണത്തോടു കൂടി അതിനൊരു ക്ഷേത്രവും അനുബന്ധ കാര്യങ്ങളും, പിന്നെ ഈ നാട്ടിലെ എല്ലാ ആളുകളുടെയും പരിപൂർണമായിട്ടുള്ള സഹകരണം, അതാണ് ഞങ്ങളുടെയൊക്കെ ഈ ആളുകളുടെ, ഈ കമ്മിറ്റിയിലുള്ള ആളുകളുടെയും ഈ നാട്ടിലുള്ള ആളുകളുടെയും പരിപൂർണ സഹകരണം കൊണ്ടാണ് മാത്രമാണ് നടന്നു വരുന്നത്. ഞാനൊരു 12 വർഷം മുമ്പേ ഈ ക്ഷേത്രത്തിൽ ഗുരുനാഥനായിട്ടുള്ള വാസുദേവ ശർമ്മയുടെ കൂടെ വരുമ്പോൾ ഒരു ആലിൻ്റെ ചോട്ടിൽ ഇരിക്കുന്നൊരു ദേവി, ഒരു ശിലാരൂപത്തിൽ ഇരിക്കുന്നൊരു ഭാവമാണ് ഉണ്ടായിരുന്നത്. അത് ജലാശയത്തിൻ്റെ വക്കത്തിരിക്കുന്ന ആ ചൈതന്യങ്ങൾക്ക് വളരെ ശക്തി കൂടും. അപ്പോൾ പിന്നിലെ പുഴ ദേവി ഒരു മരത്തിൻ്റെ ചോട്ടിൽ പ്രകൃതി ഈശ്വരിയായിട്ട് കുടികൊള്ളുകയാണ്. അപ്പോൾ അവിടെ ഒരു അർച്ചന നടത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് കുറച്ച് അമ്മമാരെല്ലാവരും കൂടി അന്ന് ഒരു നിലം, ഈ പാറി കാടൊക്കെ പിടിച്ച് കിടക്കുന്ന സ്ഥലം, അവിടെ വെച്ചിട്ട് ഒരു അർച്ചന നടത്തി. അതിനുശേഷം പിന്നെ അവിടെ ഷടാധാര പ്രതിഷ്ഠ നടത്തണമെന്ന് പറഞ്ഞു. പക്ഷെ അതിന് സാമ്പത്തിക ബുദ്ധിമുട്ടായതുകൊണ്ട് ആധാരശില വെച്ചുകൊണ്ട് ശ്രീകോവിൽ കെട്ടി. അധികം താമസിയാതെ തന്നെ അവിടെയുള്ള ആളുകളുടെ ഉത്സാഹത്താലെ ഒരു നല്ലൊരു ശ്രീകോവിൽ കെട്ടി പ്രതിഷ്ഠ ചെയ്തു. പിന്നെ 12 വർഷം ഒരുപാട് മേൽശാന്തിമാരായിട്ടും പൂജക്കാരായിട്ടും ഞാനൊക്കെ അനവധി തവണ അവിടെ പൂജയ്ക്കായി കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അന്ന് കമ്മിറ്റിക്കാരുടെ ഇടയിലും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം എല്ലാവരും നല്ലൊരു കൂട്ടായ്മയിൽ ഇവിടെ നവീകരണം നടത്തി ശ്രീകോവിലൊക്കെ ഭംഗിയാക്കി. അപ്പോൾ നമ്മളിന്ന് 12-ാമത്തെ വർഷം പ്രതിഷ്ഠ നവീകരണ കലശം നടത്തി അവിടുത്തെ കേടുപാടുകളൊക്കെ തീർത്തു ഒരു പുതിയൊരു ദിവസം ആരംഭിക്കുകയാണ്. അപ്പം ഇനി ഇതേ രീതിയിൽ പോയാൽ പോരാ, കുറച്ചും കൂടി ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവിടുത്തെ ഭക്തജനങ്ങളും ഇവിടുത്തെ ഊരാളന്മാരും അല്ലെങ്കിൽ കമ്മിറ്റിക്കാരും എല്ലാവരും ഉത്സാഹിക്കണം. കാരണം ഈ പ്രകൃതി ഈശ്വരിയായിട്ടുള്ള 2 മൂർത്തികളാണ് ഇവിടെ കുടികൊള്ളുന്നത്. ഒന്ന് വനദുർഗാഭാവത്തിലുള്ള ദുർഗാദേവി, മറ്റത് ശക്തി സ്വരൂപിണിയായിട്ടുള്ള ഭദ്രകാളി. അവർ 2 പേരും മോശക്കാരല്ല. നമുക്ക് ഏത് രീതിയിൽ നമ്മൾ പ്രാർത്ഥിച്ചാലും അതെല്ലാം തരാൻ കഴിവുള്ളവരാണ്. അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രദേശത്തുള്ള ഭക്തജനങ്ങൾ ആ അമ്മയെ
സ്വന്തം അമ്മയായി ആ മാതൃഭാവത്തിൽ കണ്ടുകൊണ്ട് ഇവിടെ നിത്യേന വന്ന് പൂജാധികാരികളിൽ പങ്കെടുത്ത് ഇവിടുത്തെ ആ ചൈതന്യത്തെ ഏറ്റുവാങ്ങണം. അതുകൂടാതെ ഓരോ വർഷവും ക്ഷേത്രം എത്ര കണ്ട് അഭിവൃദ്ധി വരുത്താൻ പറ്റുമോ അതുപോലെയെല്ലാം നിങ്ങൾ പരിശ്രമിക്കണം. കാരണം പുറത്തുനിന്ന് ആരും വന്ന് ചെയ്യാനില്ല, നിങ്ങളൊക്കെ തന്നെ ചെയ്യാവുള്ളൂ. അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് എന്തെല്ലാം നമുക്ക് ഇനി മേൽക്കൊണ്ട് ചെയ്യാൻ പറ്റും. ഇവിടെ പുറത്തൊരു മണ്ഡപം വരണം, ഒരു അന്നക്ഷേത്രം വരണം, അങ്ങനെ ഇറങ്ങി വരാനുള്ള നല്ലൊരു വഴി വേണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. അതെല്ലാം ചെയ്ത് ആ ദേവിയുടെ ചൈതന്യത്തെ വർദ്ധിപ്പിക്കാനാവുന്ന കാര്യങ്ങൾ ചെയ്യാം. ഇവിടെ ധാരാളം അമ്മമാർ പങ്കെടുക്കുന്നതായിട്ട് കണ്ടു. അവരെ കൊണ്ട് എല്ലാ ആഴ്ചകളിലും സഹസ്രനാമാർച്ചനകളോ സഹസ്രനാമ ജപങ്ങളോ നാരായണീയ അർച്ചനകളോ അത്യാദികളൊക്കെ ജപിച്ചുകൊണ്ട് ആ ക്ഷേത്രത്തിന്റെ ചൈതന്യം വർദ്ധിപ്പിക്കാനായിട്ട് എല്ലാവരും പരിശ്രമിക്കുക. അമ്മേ ശരണം, ദേവി ശരണം. മുണ്ടോർളി ശ്രീ ഭദ്രകാളി വനദുർഗ ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടിയത്. കാരണം നമ്മൾ പല ക്ഷേത്രങ്ങളിലും പോകുന്നുണ്ട്, അപ്പോൾ തന്ത്രി ആചാര്യന്മാർ പറഞ്ഞു, അതുപോലെ തന്നെ ട്രസ്റ്റിമാര്, ക്ഷേത്ര കമ്മിറ്റി അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഇവിടെ ശൈവ ശക്തിയും വൈഷ്ണവ ശക്തിയും ഒരേപോലെ ഉള്ള ഒരു പ്രസിദ്ധിയുള്ള ക്ഷേത്രം ആയി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, അത് ഇപ്പൊ പുനരുദ്ധാരണോ പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞാൽ നമ്മളത് കൊണ്ടു നടക്കുകയാണ് അതിൽ ഏറ്റവും വേണ്ടത്. നമ്മൾ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ നമ്മൾ കലശങ്ങളൊക്കെ വേണ്ട വിധം കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ട് തുടർ നടപടികളൊന്നും ഇല്ലാണ്ട്, അതായത് ക്ഷേത്രത്തിലെ ഏറ്റവും വേണ്ട വഴിപാടിനേക്കാൾ ക്ഷേത്രത്തിൽ വരേണ്ടത് ജനങ്ങൾ വരികയാണ് വേണ്ടത്, ഭക്തർ തൊഴുകാൻ വരികയാണ് ഏറ്റവും വേണ്ടത്. അപ്പൊ അവിടെ വന്ന് അവർക്ക് ചെയ്യാൻ പറ്റിയ സാധ്യമായുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക. ദിവസവും വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ വന്ന് കുളിച്ച് തൊഴുക. സന്ധ്യ സമയത്ത് ഭജന കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു പുതിയ തലമുറ വാർത്തെടുക്കാനാണ് എല്ലാവർക്കും അതിൻ്റെതായ ഒരു ശ്രമം വേണ്ടത്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ വന്ന് വാദ്യത്തിന്റെ ചുമതല, അതുപോലെ തന്നെ വാദ്യത്തിന്റെ പാണി, അതൊക്കെ നമ്മൾ വൃത്തിയായി ഭംഗിയായി നമുക്കിവിടെ കഴിക്കാൻ സാധിച്ചു. അതിലൊക്കെ നല്ല ശുഭലക്ഷണമായിരുന്നു. അപ്പൊ ഇനി അങ്ങോട്ടും എല്ലാവരുടെ സഹായ സഹകരണങ്ങളൊക്കെ ഭഗവതിക്ക് കിട്ടേണ്ടതാണ്. അത്രേ ഉള്ളൂ. ഇപ്പോ നമ്മുടെ പ്ലാന്തോട്ടം ശ്രീ ഭദ്രകാളി വനദുർഗ ക്ഷേത്രത്തില് പ്രതിഷ്ഠാനം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ എല്ലാവർക്കും, എല്ലാ ഭക്തജനങ്ങൾക്കും ഒരുപാട് നന്ദി ആദ്യം രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്ര കാര്യങ്ങളനുസരിച്ച് നല്ലൊരു സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ തന്നെ ആണ് കടന്നു പോകുന്നത്. ഇവിടെ നിത്യപൂജകളും അതേപോലെ തന്നെ ജനങ്ങളുടെ ചെറിയ സപ്പോർട്ട് കൊണ്ടൊക്കെയാണ് ഇപ്പോൾ നിത്യ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. ഒരു മാസം നമ്മൾക്ക് ഒരു 10-26 രൂപ 25 രൂപ ലെവലിൽ ഒരു മാസം ചെലവ് വരുന്നുണ്ട്. അത് ചില സമയത്ത് നമുക്ക് മറികടക്കണമെങ്കിൽ ചിലപ്പോൾ കമ്മിറ്റിയിൽ നിന്ന് പൈസ എടുത്ത് ഞങ്ങളൊക്കെ പിരിവൊക്കെ എടുത്തിട്ടാണ് കാര്യങ്ങളൊക്കെ ഇതുപോലെ നടന്നു പോകുന്നത്. നിത്യപൂജ എന്ന് പറഞ്ഞെങ്കിൽ ദിവസം ഒരു 250 രൂപയാണ് ഒരു ദിവസത്തെ പൂജ. നമ്മൾക്ക് ആളുകളെല്ലാം ആയാലും ഇവിടുത്തെ ഈ ഭാരിച്ച ചെലവുകളും കാരണം ഉള്ളതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം ഇതുവരെ നല്ലൊരു സഹകരണം ഉണ്ടായിട്ടുണ്ട് ഈ ഒരു പുനഃപ്രതിഷ്ഠ സമയത്ത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് കെട്ടിച്ചു കൊണ്ടുപോയ കുട്ടികളുടെ അടക്കം നല്ലൊരു സപ്പോർട്ട് കൂടി ഉള്ളത് കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഭംഗിയായിട്ട് നടന്നു പോകാൻ തന്നെ നന്നായി കൊണ്ടുപോകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ 5 ദിവസത്തെ പരിപാടിയാണ്. ഇന്നിപ്പോ ലാസ്റ്റ് 5ാമത്തെ ദിവസമാണ്. പരിപാടികളൊക്കെ ആയിട്ട് അന്നദാനം ഉണ്ട്. ഇത്ര ദിവസം ലഘുഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതേപോലെ തന്നെ ഇനിയും ഈ നാട്ടുകാരുടെ എല്ലാ സഹകരണം എന്നും ഉണ്ടാവണമെന്ന് മാത്രം ദേവീനാമത്തില് പറയുക. ഞാൻ വന്നിട്ട് 28 കൊല്ലായി. 28 കൊല്ലായിട്ട് ഇവിടെ ആൽത്തറയിൽ ഒരു പൂജ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇവിടെ എല്ലാ കുട്ടികളും കൂടി ഒരു നടന്ന പിരിവായിരുന്നു. അവിടെ ഒരു പാത്രം കുട്ടിക്കലം ചെറിയൊരു ഭരണി പോലുള്ളൊരു കുടുക്ക വെച്ചിട്ട് അതിൽ ഓരോ പിടി അരിയാണ് അന്ന് ഓരോ വീട്ടിലും ഓരോ പിടിയരിക്കുള്ളൊരു പാത്രം ചെപ്പ് കൊടുക്കുകയായിരുന്നു. അങ്ങനെ അതിലെല്ലാവരും പിടിയരി ഇട്ട് ദിവസം വെക്കുന്ന അരിയിൽ നിന്ന് ഓരോ പിടി അരി ഇടുകയായിരുന്നു. അങ്ങനെ വിഷുവേല ദിവസമാണ് ഈ പിടിയരിയും ഉണ്ടികയും എല്ലാ വീട്ടിൽ നിന്നും നമ്മൾ ദേവിയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ആ അരി ഇട്ടിട്ടാണ് ഇവിടെ അന്നദാനം, നമ്മളെ വിഷുവേലയ്ക്ക് അന്നദാനം ചെയ്തിരുന്നത്. അങ്ങനെ ഇവിടെ കാള, മാരിയമ്മൻ കോവിലിൽ നിന്നൊരു കാളയും വരുന്നുണ്ട്. അവിടുന്ന് ഒരു കുതിരയും ഇവിടുന്ന് ഒരു കാളയുമാണ് എഴുന്നള്ളിച്ചു വരുന്നത്.
അപ്പൊ അവിടുന്ന് കുതിര വരുന്ന സമയത്ത് ഇവിടുന്ന് പ്ലാന്തോട്ടം ലക്ഷ്മി എന്നാണ് എന്റെ അമ്മായിമ്മയുടെ പേര്. അവരുടെ ഭർത്താവ് സുന്ദരൻ എന്ന ആളാണ് ഇവിടെ വിളക്കൊന്ന് കൊടുന്ന് തെളിയിക്കും. അങ്ങനെ ആ കുതിര വരുമ്പോഴത്തേക്കും ഇവിടെ നിലവിളക്ക് തെളിയിക്കുകയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ പൊങ്കാലയിടലും ഇവിടെ ഞങ്ങളെല്ലാവരും 4 പേർ ഇരുന്ന് അവരാവിരെ അടുപ്പ് കൂട്ടി അവരാവിരെന്നെ പായസം വെച്ച് അവരാവിരെന്നെ നേദിക്കുകയായിരുന്നു. പൊന്നേട്ടൻ എന്ന ആളാണ് മുമ്പ് ഇവിടെ ആൽത്തറയിൽ പൂജിച്ചിരുന്നത്. ഞങ്ങളിവിടെ ഒരു ആൽത്തറയിൽ ഒരു വിഗ്രഹം, ഒരു കല്ലുകൊണ്ടുള്ള വിഗ്രഹമായിരുന്നു. അതിൽ വന്ന് ഞങ്ങള് പായസമൊക്കെ 4 പുറം പായസം വെച്ച് ഒക്കെ നേദിച്ച് അന്നൊക്കെ ആടും കോഴിയൊക്കെ അറക്കുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഒക്കെ വീട്ടുകളിൽ പോയി പിന്നൊക്കെ ഒരു 3 മണിയാകുമ്പോഴേക്ക് വരും. അവിടുന്ന് ഒരു വേല വരും. അപ്പോഴേക്ക് ഞങ്ങൾ ഇവിടെയൊക്കെ എല്ലാവരും ഒരുങ്ങിയിരിക്കും. അങ്ങനെ അവിടുത്തെ വേല വന്നാൽ ഞങ്ങൾ അങ്ങോട്ട് ഒരുമിച്ച് പോവും. അങ്ങനെയുള്ള രീതികളൊക്കെ ആയിരുന്നു നടന്നു വന്നിട്ടുണ്ട്. ഇപ്പൊ പിന്നെ കുറച്ചു കാലത്ത് നിങ്ങൾ കുട്ടികളൊക്കെ ഇവിടുത്തെ കുട്ടികളൊക്കെ എല്ലാവരും കൂടി ശ്രമിച്ച് എല്ലാവരും കൂടി ഈ അമ്പലങ്ങളൊക്കെ ഇങ്ങനെ കാവൊക്കെ ഇങ്ങനെ ആക്കി തീർത്തത് ഇവിടുത്തെ മക്കൾ തന്നെയാണ്. ഇവിടുത്തെ അമ്പലത്തിന്റെ ദേവിയുടെ ശക്തി എന്ന് പറയുന്നത് നമ്മൾ വിളിപ്പുറത്താണ്. അത് ഏത് സന്ദർഭത്തിലും ഏത് നാട്ടിലാണെങ്കിലും, ഞാൻ വിദേശത്ത് വരെ ജോലി ചെയ്ത ഒരാളാണ്. നമുക്ക് എന്തെങ്കിലും അവിടെ നാട്ടിലായാലും വിദേശത്തായാലും നമുക്ക് മാനസികമായിട്ടൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ദേവിക്ക് മുട്ടറക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രശ്നം സാഫല്യീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു വിശ്വാസമാണ്. എന്നെമാരി തന്നെ എൻ്റെ നാട്ടിലുള്ള ഒരുപാട് ആൾക്കാരും ഇതുപോലെ തന്നെയാണ്. അതുമാതിരി തന്നെ ഈ കന്നുകാലികൾ അതൊക്കെ ഉള്ള ആൾക്കാർ സുഖപ്രസവത്തിന് വേണ്ടിയിട്ട് അത് കഴിഞ്ഞ ഒരു പായസം വെക്കും. അങ്ങനെ പല പഴയ ആചാരങ്ങൾ ഇവിടെ നടന്നു വന്നിരുന്നതാണ്. അതിപ്പോഴും തുടർന്നു പോകുന്നുണ്ട്. ഈ ക്ഷേത്രം ഈ ലെവലിൽ എത്താനുണ്ടായ കാരണം ഞങ്ങളിവിടെ 2-3-4-5 പയ്യന്മാർ ആദ്യം ഒരു കമ്മിറ്റി കൂടാതെ രൂപീകരിച്ചു. അപ്പോൾ നമ്മുടെ വാസുദേവ ശർമാജിയുടെ സഹോദരൻ ഉണ്ടായിരുന്നു സജീവ് കുമാർ. അദ്ദേഹത്തെ വിളിച്ച് ഈ ക്ഷേത്രത്തിനെ പറ്റി പറയണം, ക്ഷേത്രത്തിൽ ഒരു നടപ്പന്തൽ കെട്ടണം എന്ന് താല്പര്യത്തിലാണ് ഞങ്ങളത് തുടക്കം കുറിച്ചത്. അദ്ദേഹം വന്ന് ഈ ആലിത്തറയിൽ വന്ന് നോക്കിയപ്പോൾ ആലിത്തറയിൽ ഒരു കല്ലിന്റെ വിഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ദൈവപ്രശ്നം വെച്ച് നോക്കി ഇതിന്റെ ചരിത്രങ്ങൾ അറിയണം, അതിനുശേഷമാണ് നിങ്ങൾ ഇത് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളിവിടെ ഞങ്ങളുടെ സഹോദരന്മാരെല്ലാവരും കൂടി കൂട്ടുകാരന്മാരും എല്ലാവരും കൂടി ഒരു കമ്മിറ്റി രൂപീകരിച്ചു. കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം ഒരു താന്ത്രിക വിധി പ്രകാരം ഞങ്ങൾ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ദേവിക്ക് ശ്രീകോവിൽ കെട്ടി ക്ഷേത്രത്തിലേക്ക് ഇരുത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷമാണ് ഞങ്ങളൊരു കമ്മിറ്റി രൂപീകരിച്ച് ഈ ക്ഷേത്ര കമ്മിറ്റി ഉണ്ടാക്കിയതിന് ശേഷം ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങൾ കൂട്ടിച്ചേർത്ത് ഈ ശ്രീകോവിൽ പണിയാനുള്ള തീരുമാനങ്ങൾ എടുത്തു. ശ്രീകോവിൽ പണിയാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. നാട്ടിലുള്ള ജനങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടായിരുന്നു. അതിനു മുൻപ് ഈ ക്ഷേത്രം പണിതുകൊണ്ടിരുന്നത് ഈ ആൽത്തറയിൽ പൂജിച്ചുകൊണ്ടിരുന്നത് എൻ്റെ വീടിൻ്റെ മുകളിലുള്ള ഒരു കാർമാരായിരുന്നു പൊന്നു എന്ന് പറയുന്ന ഒരു അദ്ദേഹമായിരുന്നു പൂജിച്ചു തുടങ്ങുന്നത്. ഈ പൂജയ്ക്കുള്ള നൈവേദ്യങ്ങൾക്കോ ഒന്നിനും ഇവിടെ വഴിയുണ്ടായിരുന്നില്ല. അങ്ങനെ നാട്ടിലെ എല്ലാവരുടെയും സഹായങ്ങൾ തേടി ഞങ്ങൾ മാസത്തിൽ ഒരു പ്രാവശ്യം നേദ്യം വെച്ച് പൂജ ഉണ്ടായിരുന്നു. അങ്ങനെ പൂജയെല്ലാം കഴിഞ്ഞു. അദ്ദേഹം ഇപ്പൊ പൂജയ്ക്കൊന്നും ഇവിടെ വരുന്നില്ല, അദ്ദേഹത്തിന് വയസ്സായി. അതിനുശേഷമാണ് ശ്രീകോവിൽ പണിതത്.